വെൽക്കം ബാക്ക് ടു മൈ ട്യൂഷൻ. നമുക്ക് ട്രിഗണോമെട്രി നോക്കാം. ട്രിഗണോമെട്രിയിൽ ഫസ്റ്റ് സൈൻ കോസ് ടാൻ പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് 30, 60, 90, 45, 45, 90 ആ ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ അത് നമുക്ക് നോക്കിയിട്ട് സൈൻ കോസ് ടാനിലോട്ട് വരാം. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ദിസ് ഈസ് 60 ഡിഗ്രി, ദിസ് ഈസ് 30 ഡിഗ്രി. നമ്മൾ സ്മോളസ്റ്റ് ആംഗിൾ ഏതാണ് ഇവിടെ വരുന്നത്? 30 ഡിഗ്രി. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് 1 എന്ന് ഓർക്കുക. 90 ആണ് ലാർജസ്റ്റ് ആംഗിൾ അല്ലേ? അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് 2. ഈ രണ്ട് നമ്പർ നിങ്ങൾ ഓർത്തിരുന്ന പൈതഗോറസ് തിയറി അറിയാമെങ്കിൽ ബാക്കി നമുക്ക് ഈ സൈഡ് കാണാം. √2² - 1² √3. 60യുടെ ഓപ്പോസിറ്റ് √3. നമുക്കിവിടെ സൈഡ്സ് 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. അങ്ങനെ വരുമ്പോൾ റേഷ്യോ ഇങ്ങനെ വരും 1:√3:2. 30യുടെ ഓപ്പോസിറ്റ് 1, 60യുടെ ഓപ്പോസിറ്റ് √3, 90യുടെ ഓപ്പോസിറ്റ് 2. $45, $45, $90. $45, $45, $90. 2 angles are equal. ഇത് രണ്ട് നമുക്ക് 1, 1 ഓർത്തിരിക്കുക. ഇവിടെ നമുക്ക് ഹൈപ്പോട്ടന്യൂസ് ആണ് കാണേണ്ടത് അല്ലേ? അപ്പോൾ 1² + 1². 45, 45, 90. ഇങ്ങനെ ഒരു റേഷ്യോ എങ്ങനെ വരും? 1:1:√. നമുക്കൊരു ട്രയാങ്കിളിൻ്റെ ഏരിയ എങ്ങനെ? ABC. This is 10 centimeter. This is 6 centimeter. This is 30 degree. Area of a triangle is half BH. Like we draw a perpendicular height. ഈ ട്രയാങ്കിൾ മാത്രം ഒന്ന് മാറ്റി വരച്ചു. This is C6, height 30. 30യുടെ ഓപ്പോസിറ്റ് എന്താണ്? 1. നമുക്കിവിടെ 60യുടെ ഓപ്പോസിറ്റ് വേണ്ട, 90യുടെ ഓപ്പോസിറ്റ് 2. ഇങ്ങനെ നിങ്ങളൊന്ന് എഴുതി വയ്ക്കുക. നമുക്ക് 30യുടെ ഓപ്പോസിറ്റ് കാണണം, 90യുടെ ഓപ്പോസിറ്റ് ഹൈപ്പോട്ടന്യൂസ് തന്നിട്ടുണ്ട്. നമ്മളങ്ങനെ എഴുതുമ്പോൾ റേഷ്യോ എങ്ങനെ എഴുതും? 1/2. അപ്പോൾ ഇവിടെ 1 ആണ് ന്യൂമറേറ്ററിൽ. അപ്പോൾ കറസ്പോണ്ടിങ് സൈഡ് ഇവിടെ ന്യൂമറേറ്ററിൽ എഴുതുക. ഇവിടെ 6. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 2h = 6, h = 30. ഹൈറ്റ് കിട്ടി അല്ലേ? ഇനി ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എന്താ? ഹാഫ് BH. ഏരിയ = ഹാഫ് BH. ഹാഫ് × 10 × 3. ഇവിടെ സെൻറ്റിമീറ്റർ ആകുമ്പോൾ ഏരിയയുടെ യൂണിറ്റ് എപ്പോഴും സ്ക്വയർ സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ cm². അങ്ങനെ എഴുതിയാലും മതി. Area of a parallelogram 45 degree, 6 centimeter. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഹൈറ്റ് വരയ്ക്കുക. 45, 45, 45, 90. 45ൻ്റെ ഓപ്പോസിറ്റ് 1, 1 √2. ഇവിടെ നമുക്ക് h ഇവിടെയാണ്, ഇവിടെ 6 ഉണ്ട് അല്ലേ? 1/√2 h/6. √2h = 6. So h = 6/√2. Multiplying numerator and denominator by √2. 6 √2/2. √2 × √2 2. 3 √2.
ഏരിയ ഓഫ് പാരലോഗ്രാം എന്താ? ബി ഇൻറ്റു എച്ച്. ഹാഫ് വേണ്ട, അത് ട്രയാങ്കിളിലാണ്. ഏരിയ ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു എച്ച്. 10 ഇൻറ്റു 3√2 30√2 സ്ക്വയർ സെൻറ്റിമീറ്റർ. നമുക്കിവിടെ എപ്പോഴും 30, 45, 60 തന്നെ തരണം എന്നില്ല അല്ലേ. 40 ഡിഗ്രി അല്ലെങ്കിൽ 50 ഡിഗ്രി അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ സൈൻ, കോസ്, ടാൻ ആ റേഷ്യോസ് നമുക്ക് എടുക്കേണ്ടി വരും. സൈൻ, കോസ്, ടാൻ എന്താണെന്ന് നമുക്ക് നോക്കാം. സി ഒരു അക്യൂട്ട് ആംഗിൾ അല്ലെങ്കിൽ എ ഒരു അക്യൂട്ട് ആംഗിൾ. എയും സിയും അക്യൂട്ടാണ്. നമ്മൾ എ എന്ന് പറഞ്ഞ ആംഗിളിൻ്റെ 3 റേഷ്യോസ് നമുക്ക് നോക്കാം. സൈൻ, കോസ്, ടാൻ. ഇവിടെ SINE എന്നുണ്ടെങ്കിൽ നമ്മൾ SIN വരെ എഴുതിയാൽ മതി. നമുക്ക് ഏത് ആംഗിളിൻ്റെ റേഷ്യോ, സൈൻ റേഷ്യോ ആണ് കാണേണ്ടത്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ടന്യൂസ് വെച്ച് ഡിവൈഡ് ചെയ്യും. ഇപ്പോൾ ഇവിടെ എ ആണ് നമ്മൾ മാർക്ക് ചെയ്യുന്നതെങ്കിൽ എയുടെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ട്രയാങ്കിളിൽ 3 ലെറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. എയുടെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ എ പോയിട്ട് ബാക്കി 2 ലെറ്റർ അതിൽ ഓർക്കുക. BC ഓപ്പോസിറ്റ് സൈഡ്. 90യുടെ ഓപ്പോസിറ്റ് ആയിരിക്കും എപ്പോഴും ഏത് സൈഡ് വരുന്നത്? ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ്. തേർഡ് സൈഡ് അഡ്ജസൻറ്റ്. സൈൻ എ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഏത് ആംഗിളിൻ്റെ ആണോ നമുക്ക് സൈൻ എടുക്കേണ്ടത് ആ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ടന്യൂസ് വെച്ച് ഡിവൈഡ് ചെയ്യണം. ഇനി കൊസൈൻ എന്നുള്ളതിന് ഷോർട്ടായിട്ട് കോസ്. അഡ്ജസൻറ്റ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ടാൻ. ടാൻജൻ്റ് ആണ് ടാൻ. ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ഇതാണ് സൈൻ. ഇപ്പം ഇത് നിങ്ങൾ കൈകട്ടാക്കുക. സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. കോസ് അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ടാൻ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. In triangle ABC, this is 10 centimeter, this is 8 centimeter, included angle is 40 degree. ഇവിടെ 40 ഡിഗ്രി ആകുമ്പോൾ നമുക്ക് മുമ്പേ നമ്മൾ പറഞ്ഞ റേഷ്യോസ് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. ഇവിടെ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഹൈറ്റ് വരയ്ക്കുക. നമ്മൾ ഈ ട്രയാങ്കിൾ മാത്രം നോക്കുക. സൈൻ ഈ തന്നിരിക്കുന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കാണണം. ഹൈപ്പോട്ടന്യൂസ് തന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കണം. ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ചെയ്ത റേഷ്യോ ആണ് സൈൻ. സൈൻ 40 ഡിഗ്രി h/8. h എന്ത് കിട്ടും? 8 ഇൻറ്റു സൈൻ 40. സൈൻ 40 ഒക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തരും. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ 3 തരും. സൈൻ 40, കോസ് 40, ടാൻ 40. നമുക്ക് വേണ്ട ഇത് എടുക്കുക. സൈൻ 40യുടെ വാല്യൂ 0.6428. ഏരിയ ഹാഫ് BH. ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു ബേസ് ഏതാണ്? 10. h ഈ കിട്ടിയത് 8 ഇൻറ്റു 0.6428. 28 കട്ട് ചെയ്യുക. 10 ഇൻറ്റു 4 ഇൻറ്റു ബേസ്. 4 ഡിഗ്രി. ആൻസർ വരും 25.712. അങ്ങനെ റൗണ്ട് ചെയ്ത് 25.7 സ്ക്വയർ സെൻറ്റിമീറ്റർ. 712 വരും. ദിസ് ഡിജിറ്റ് ഈസ് ലെസ് ദാൻ 5. നമുക്ക് റൗണ്ട് ചെയ്യുകയാണെങ്കിൽ 25.7. പാരലോഗ്രാം ആണെങ്കിൽ ഇതുപോലെ ഉള്ളൂ. അവിടെ ഹാഫ് വേണ്ട. BH.
ഇതേ ട്രയാങ്കിൾ നമുക്കിപ്പോൾ അക്യൂട്ട് ആംഗിളിന് പകരം ഒബ്റ്റ്യൂസ് ആണ് തരുന്നതെങ്കിൽ ദിസ് ഈസ് 140 ഡിഗ്രി. നമ്മൾ വെളിയിലാണ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ വെച്ച് വരയ്ക്കുക. ദിസ് ഈസ് 10 സെൻറ്റിമീറ്റർ, ദിസ് ഈസ് 8 സെൻറ്റിമീറ്റർ. നമുക്ക് ഫസ്റ്റ് ഈ ആംഗിൾ കാണാം. ലീനിയർ പെയർ 180 മൈനസ് 140 40 ഡിഗ്രി. ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കാണുന്ന ഹൈപ്പോട്ടന്യൂസ് തന്നിട്ടുണ്ട്. സൈൻ 40 സെയിം. ഇപ്പം നമ്മൾ ചെയ്ത സെയിം ആൻസർ തന്നെ വരും. സൈൻ 40 0.6428. ഏരിയ ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 8 ഇൻറ്റു 0.6428. സെയിം ആൻസർ തന്നെ. നമുക്കിപ്പം നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത സെയിം പ്രോബ്ലം തന്നെയാണ്. പക്ഷേ ഇവിടെ 140 വന്നാൽ നമ്മൾ ഫിഗർ ഇങ്ങനെ ഒന്ന് വരയ്ക്കണം. നമുക്കിവിടെ ആൻസർ എന്ത് കിട്ടും? 25.7 സ്ക്വയർ സെൻറ്റിമീറ്റർ. In a circle, find the circumradius. This angle is equal to 70 degree. This is equal to 4 centimeter. 70 angle opposite side ആണ് തന്നിരിക്കുന്നത് അല്ലേ? എ ബി സി. എയുടെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് എന്ത് എഴുതാം? ബി സി. 2r sin a. Here r represent circumradius. നോക്കി, ബി സി ആണെങ്കിൽ ഇവിടെ ഏത് ലെറ്റർ വരും? എ. നമ്മളിവിടെ എ ബി ആണ് എഴുതുന്നതെങ്കിലോ എ ബി is equal to 2r sin c. എ ബി തേർഡ് ലെറ്റർ സി. ഇങ്ങനെ നോക്കുക. Here ബി സി is equal to 4. 2r into sin 70 degree, that is equal to 4. So r is equal to 4 divided by 2 into sin 70 degree. 4 2 cancel, 2 by sin 70 degree 0.94. Question sin 70 തരും. നിങ്ങൾ പഠിച്ചാൽ മതി. Multiplying numerator and denominator by 100, we get 200 by 94. 100 divided by 47. 2 വെച്ച് കട്ട് ചെയ്ത് നമുക്ക് ഡിവൈഡ് ചെയ്ത്. $1,400 divided by 47. .13 റൗണ്ട് ചെയ്ത് നോക്കി സെൻറ്റിമീറ്റർ. ത്രീ ടൈംസ് വരുന്നില്ല. 2.12 വരെ നിയറസ്റ്റ് ആയിട്ട് എടുക്കാം. 2.12. ഡയമീറ്റർ ആണ് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ 2 ഇൻറ്റു റേഡിയസ് ചെയ്താൽ മതി. നന്നായി പഠിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.